Ladies and gentlemen, welcome to Shamsi for Tech. ഇന്ന് വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗായ്സ്, അതിന്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എന്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ഫുൾ ആയിട്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ വീഡിയോ അധികം ഞാൻ പറഞ്ഞിട്ട് ദീർഘിപ്പിക്കുന്നില്ല ഗായ്സ്. അപ്പൊ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. Okay, let's go. ഹലോ ഗൈസ്, ആദ്യത്തെ ടെക് ന്യൂസിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ ടെക് ന്യൂസ് ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടെക് ന്യൂസ് കൂടിയാണ്. അതായത് നമ്മുടെ റിയൽമിയുടെ GT7 ആസ്ട്രോൺ മാർട്ടിൻ എഡിഷന് ആൻഡ്രോയിഡ് 16 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു വർഷം മുന്നത്തെ റിയൽമിയുടെ GT6 അടക്കം ആൻഡ്രോയിഡ് 16 സോഫ്റ്റ്വെയർ അപ്ഡേറ്റും റിയൽമിയുടെ One UI 6.0 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് റിയൽമിയുടെ GT6 റിയൽമി GT7 ആസ്ട്രോൺ മാർട്ടിൻ എഡിഷനും റിയൽമിയുടെ One UI സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് പോയിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ സാംസങ്ങിന്റെ ഗാലക്സി S25 സീരീസ് ഫാമിലി ഉണ്ടല്ലോ, അതായത് S25, S25 പ്ലസ്, S25 അൾട്ര, S25 എഡ്ജ്, ഇവർക്കൊക്കെ One UI 8.0 ബെറ്റ വെർഷൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നുണ്ട്. ഞാൻ ഒരുപാട് ആൾക്കാരോട് പറയാണ്, പ്ലീസ് പോയിട്ട് ബെറ്റ അപ്ഡേറ്റ് ചെയ്യാണ്ടിരിക്കുക. ഞാൻ എൻ്റെ നത്തിങ് 2A ബെറ്റ വെർഷൻ അപ്ഡേറ്റ് ചെയ്തിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത ഒരു മഹാനാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയണം, പ്ലീസ് പോയിട്ട് ബെറ്റ വെർഷൻ അപ്ഡേറ്റ് ചെയ്യാണ്ടിരിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥനമായിട്ട് പറയാനുള്ളത്. കേൾക്കുമ്പോൾ എന്താണ് ഒരു പ്രതീക്ഷ. അപ്പൊ വീണ്ടും പറയണം, ബെറ്റ വെർഷൻ എന്തായാലും വന്നിട്ടുണ്ട് One UI പോയിട്ട് അപ്ഡേറ്റ് ചെയ്യാണ്ടിരിക്കുക. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഈ ബഗ്സ് ഫിക്സസ് സോൾവ് ചെയ്യാൻ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് റിയൽ അപ്ഡേറ്റ് എന്നാണ് വരുന്നത്, അന്ന് പോയിട്ട് ഈ ഫോണിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാം. പ്രത്യേകിച്ച് സാംസങ്ങും ആപ്പിൾ ആയതുകൊണ്ട് ഞാൻ പറയണം, ഈ രണ്ടും ഉപയോഗിക്കുന്നതാണ് ഏറ്റവും കോമൺലി യൂസേഴ്സ് ഉള്ളത്. അപ്പൊ അവരോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഫോണുകളുടെ ബേറ്റ വെർഷൻ അപ്ഡേറ്റ് ചെയ്യാണ്ടിരിക്കുക എന്നാണ് പറയാനുള്ളത്. ജെന്യൂൻ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രം പോയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. റിയൽമിയുടെ 15 സീരീസ് എന്തായാലും ഈ മാസം ലോഞ്ച് ചെയ്യുമല്ലോ. അതിൽ പറയാൻ വേണ്ടി വെച്ച ഒരു മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിയൽമിയുടെ 15 പ്രോ പ്ലസ് എന്ന് പറഞ്ഞ സീരീസിന്റെ ഡിസൈൻ മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് നല്ലൊരു തീരുമാനമാണ് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയൽമിയുടെ 13 പ്രോ പ്ലസും റിയൽമിയുടെ 12 പ്രോ പ്ലസിനും ഒരു മാതിരി കൂതറ ഡിസൈൻ ആയിരുന്നു, ഒരു റൗണ്ട് ഷേപ്ഡ് ഡിസൈൻ ആയിരുന്നു. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. റിയൽമി 11 ഒക്കെ ഏകദേശം അതേപോലത്തെ ഒരു ഡിസൈൻ ആയിരുന്നു. റിയൽമി 12 പ്രോ പ്ലസിനും ഡിസൈനും കൊടുത്തത് 13 പ്രോ പ്ലസിനും ഒക്കെ അതേ ഡിസൈനാണ് കൊടുത്തത്. ഇപ്രാവശ്യം ആ ഡിസൈൻ ഒന്നും ഇവര് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം അത് റിയൽമിയുടെ P3 അൾട്ര എന്ന് പറയുന്ന സീരീസിന്റെ അതേ സെയിം ഡിസൈനുമായിട്ടാണ് വരാൻ പോകുന്നത്. അപ്പൊ അഭ്യർത്ഥന എന്ന് പറയാനുള്ളത്, നിങ്ങൾ അതേപോലത്തെ ഒരു ഡിസൈന് കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനുമായിട്ട് റിയൽമി വരാ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ വീണ്ടും ഇതിൽ ആവർത്തിക്കണം. ആരണ്ടിക്കാരെ ശ്രദ്ധിച്ചു കേൾക്കണം. മര്യാദക്ക് നിങ്ങൾ കുറച്ചും കൂടെ മെനക്കെട്ട് ഇരുന്ന് എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തിട്ട് അതിന്റെ വലിയ മുതലാളിയും ചെറിയ മുതലാളിയും അതിലേറെ ചെറിയ മുതലാളികളും ഡിസൈനേഴ്സും കൂടി ഇരുന്നിട്ട് ഒരു അടിപൊളി ഡിസൈൻ, ഒരു യുണീക്ക് ഡിസൈൻ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ റിലീസ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥനയായിട്ട് പറയാനുള്ളത്. കേൾക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. വിവോന്റെ 2 മോഡലുകൾ ജൂലൈ 14 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. 2 ഫ്ലാഗ്ഷിപ്പ് മോഡലുകളാണ് ലോഞ്ച് ചെയ്യുന്നത്. ഒന്ന് വിവോന്റെ X200 FE. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയില് അതിന്റെ സ്പെക്സും കാര്യങ്ങളും ഞാൻ പറഞ്ഞിരുന്നു. 6.3 പോർട്ടബിൾ സ്മാർട്ട് ഫോൺ ആണ്. ഡിമെൻസിറ്റി 9300 പ്ലസ് എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ഒക്കെ വെച്ചിട്ട് ഇറങ്ങുന്ന ഒരു ചിപ്സെറ്റ് ആണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ മുന്നത്തെ ഒരു വീഡിയോയിൽ പോയിട്ട് നിങ്ങൾ കാണാം.
ഇനി വിവോ എക്സ് ഫോൾഡ് 5 ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതിന് സ്നാപ്ഡ്രാഗന്റെ 8 Gen 3 ചിപ്സെറ്റ് ആണ് അവർ യൂസ് ചെയ്യണത്. എന്ത് കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ ഇപ്പോഴും സ്നാപ്ഡ്രാഗൺ 8 Gen 3 ചിപ്സെറ്റ് ഇറക്കി എന്നുള്ളത്. അതിന് പകരം നിങ്ങൾ സ്നാപ്ഡ്രാഗൺ 8 ലൈറ്റ് ചിപ്സെറ്റ് ആയിരുന്നെങ്കിൽ കിടുക്കാച്ചി ആയിരുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം നിങ്ങളോട് ഇപ്പൊ രേഖപ്പെടുത്താനുള്ളത്. ബാക്കി ബാറ്ററി അടിപൊളി ബാറ്ററി, 6000 mAh കാർബൺ സിലിക്കൺ ബാറ്ററി. ഇന്നർ സ്ക്രീന് 8 ഇഞ്ച്, ഔട്ടർ സ്ക്രീന് 6.53 ഇഞ്ച് ഡിസ്പ്ലേ, 120 ഹെർട്സിന്റെ റിഫ്രഷിംഗ് റേറ്റ്, LTPO അഡാപ്റ്റീവ് റിഫ്രഷിംഗ് റേറ്റ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളുണ്ട്. പിന്നെ വിവോന്റെ ഒരു ടൈപ്പ് ആണല്ലോ കാൽസീസ്. ആ കാൽസീസിന്റെ ടെക്നോളജിയും കൂടെ ഇതിലൊക്കെ ഇറക്കിയപ്പോ കാര്യങ്ങളെല്ലാം അടിപൊളിയായി. പക്ഷെ ചിപ്സെറ്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ വളരെ പിന്നാക്കായി പോയി എന്നാണ് എന്റെ ഒരു അഭിപ്രായം പറയാനുള്ളത്. ഇപ്പൊ രണ്ടിന്റെയും ഫോട്ടോസ് ഞാൻ ഇതിലിടുന്നുണ്ട്, പോയിട്ട് കാണാം. പക്ഷെ ആദ്യത്തെ ഞാൻ പറഞ്ഞ പോലെ വിവോന്റെ X200 FE അത് വേറെ ലെവൽ സാധനം തന്നെയാണ് പറയാനുള്ളത്. അടിപൊളി ചിപ്സെറ്റാണ്, വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റാണ്. പിന്നെ ഫൺ ടച്ചിന്റെ OS ആണ് വരുന്നത് 15. പിന്നെ ആൻഡ്രോയിഡ് 15ന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും ആണ് ഫസ്റ്റ് ഈ 2 ഫോണുകളിലും ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസ് യൂഷ്വൽ പ്ലോട്ട് വെയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വിവോ ഫോൺസ് വേറെ ലെവല് മുതലാണ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതും നത്തിങ്ങിന്റെ 2 പ്രൊഡക്ട്സുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് നത്തിങ്ങിന്റെ ഹെഡ്സെറ്റ്, ഓവർ ദ ഹെഡ്ഫോണും, അതേപോലെ തന്നെ നത്തിങ് ഫോൺ 3ന്റെ ലോഞ്ചിങ്ങും ഒരേ സമയത്താണ് രണ്ടും വന്നിട്ടുള്ളത്. ഈ നത്തിങ്ങിന്റെ ഹെഡ്സെറ്റിനെ കുറിച്ചിട്ട് ഒരു കാര്യം പറയാം. ഡിസൈനിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഒരു തരം കാസറ്റ്, പണ്ടത്തെ കാസറ്റ് ഉണ്ടല്ലോ, കാസറ്റ് വെച്ച പോലത്തെ ഒരു ഡിസൈൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു വൈറ്റ് കളറുണ്ട്, ബ്ലാക്ക് കളറുണ്ട്. പക്ക വൈറ്റ് കളർ എടുത്തു നോക്കി കഴിഞ്ഞാല് ഇതൊരു കാസറ്റ് ടൈപ്പ് ഡിസൈൻ, ഒരു റെട്രോ ടൈപ്പ് ഡിസൈനാണ് ഇറക്കിയിരിക്കുന്നത്. എന്തോ ഒരു യുണീക്നെസ് ഡിസൈനിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. എത്ര ആൾക്കാർക്ക് ആ യുണീക്നെസ് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം നിങ്ങളത് കമന്റിൽ രേഖപ്പെടുത്താം. ഇനി ഇതിന്റെ സ്പെക്കിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാല് ഇതില് 40 മില്ലിമീറ്ററിന്റെ ഡ്രൈവറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡെസിബിൾസ് 42 ഡെസിബിൾസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 80 മണിക്കൂറാണ് ഇതിന്റെ ബാറ്ററി ബാക്കപ്പ്. 35 മണിക്കൂർ നമുക്ക് ANC യൂസ് ചെയ്യാം, 80 മണിക്കൂർ വിത്തൗട്ട് ANC നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് ഹൈബ്രിഡ് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷനും കൂടെയാണ്. അപ്പൊ മൈക്കിന്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ വേറെ ഒരു ലെവല് സാധനമാണ് ഇത്. പിന്നെ LDAC, ഡിറാക്ക് ഒക്കെ ഇതിൽ വർക്ക് ചെയ്യും. പിന്നെ നത്തിങ് എക്സ് ആപ്ലിക്കേഷനിൽ നമുക്ക് ഇത് കസ്റ്റമൈസേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻസ്, കോള്, പിന്നെ വോളിയം കൺട്രോളിങ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് നത്തിങ് എക്സ് ആപ്ലിക്കേഷൻ മുഖേന നമുക്കിതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊരു വലിയൊരു ഹൈലൈറ്റ് ആണ്. പിന്നെ പോരാത്തതിന് ബ്ലൂടൂത്തിന്റെ കണക്ടിവിറ്റി ഇച്ചിരി സ്പീഡ് കുറവുണ്ട് എന്നാണ് എന്റെ ഒരു അഭിപ്രായം നിങ്ങളോട് പറയാനുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5.3 ആണ് ബ്ലൂടൂത്ത് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് പകരം ഇത് 5.4 ആയിരുന്നെങ്കിൽ ഇച്ചിരി ബെറ്റർ ആയിരുന്നതാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയാനുള്ളത്. പിന്നെ 1050 mAh ബാറ്ററി ബാക്കപ്പ്. പിന്നെ 2 ഓപ്ഷൻസ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. അതൊരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ്. ഒന്ന് നമുക്ക് ബ്ലൂടൂത്ത് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. രണ്ടാമത് ഇനി ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ വയേർഡ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടും കളിക്കാൻ പറ്റും. കാരണം നിലവിലുള്ള ഓവർ ദ ഹെഡ്ഫോൺസിനൊന്നും അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് അവർ കൊടുക്കാറില്ല. സാധാരണ ഒന്നില്ലെങ്കിൽ ബ്ലൂടൂത്ത് മാത്രമേ കൊടുക്കുള്ളൂ. പിന്നെ അല്ലെങ്കിൽ റേസർ പോലത്തെ കമ്പനികൾ, ഗെയിമിംഗ് കമ്പനികൾ ഉള്ള ഹെഡ്സെറ്റുകൾ നമ്മൾ വയേർഡ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് കളിക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ മാറും. അതിന്റെ ഒന്നും ഇപ്പൊ ഇതിന് ആവശ്യമില്ല. ഇതിന് നമുക്ക് 2 ഓപ്ഷനുകളുണ്ട്. ഒന്ന് നമുക്ക് ബ്ലൂടൂത്ത് വെച്ചിട്ട് കളിക്കാം, പിന്നെ അല്ലെങ്കിൽ വയേർഡ് വെച്ചിട്ട് കളിക്കുകയും ചെയ്യാം. വയേർഡ് വെച്ചിട്ട് കളിച്ചാലുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ഗെയിംസ് കളിക്കുമ്പോൾ ലാറ്റൻസിക്കൊന്നും പ്രോബ്ലംസ് ഉണ്ടാവില്ല. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. പിന്നെ കസ്റ്റമൈസേഷൻ, നമുക്ക് കൺട്രോളിങ്, നമുക്ക് കോള് കൺട്രോൾ ചെയ്യാം, നമുക്ക് വോളിയംസ് കൂട്ടാ കുറയ്ക്കാം,
അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഹെഡ്സെറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നത്തിങ് എക്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ പോയിട്ട് നമ്മൾ പെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ വമ്പൻ സാധനം തന്നെയാണിത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഗൂഗിളിന്റെ സ്വിഫ്റ്റ് പെയർ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് വേഗം കണക്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ ഒരു സ്വിഫ്റ്റ് പെയറിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് രണ്ടും നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹെഡ്സെറ്റ് വേഗം കണക്ട് ചെയ്യുക, റെഡി ടു ഗോ ആൻഡ് റെഡി ടു യൂസ് എന്നാണ് പറയാനുള്ളത്. അപ്പോ ഒരു റെട്രോ ലെവൽ സാധനമാണ്. ഇനി നത്തിങ് ഫോൺ 3യിലേക്ക് വന്നു കഴിഞ്ഞാൽ നത്തിങ് ഫോൺ 3 ഇന്ത്യൻ മാർക്കറ്റില് ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത്. അവിടുത്തെ വില 12 GB റാമും 256ഉം 80,000 രൂപയും 16 GB 512 GB വരുന്നത് 90,000 രൂപക്കാണ് ഇതിന്റെ വില ഇട്ടിരിക്കുന്നത്. സ്പെക്സിലേക്ക് നമുക്ക് കടന്നു കഴിഞ്ഞാൽ ഇത് സ്നാപ്ഡ്രാഗൺ ലേറ്റസ്റ്റ് ജെറ്റ് 4 ആണ് ചിപ്സെറ്റ് വരുന്നത്. LPDDR5X 1.5K റെസൊല്യൂഷൻ. ഇന്ത്യൻ വേരിയന്റിലാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ബാക്കപ്പ്. 5500 mAh ബാറ്ററി, 65 വാട്ട്സിന്റെ ചാർജിങ് സപ്പോർട്ടും ഇതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ബോക്സിന്റെ ഉള്ളിൽ ചാർജർ എന്തായാലും ഉണ്ടാവില്ല. അത് അല്ല, ഇന്ത്യൻ വേരിയന്റിൽ ബോക്സിന്റെ ഉള്ളിൽ ചാർജർ ഉണ്ടാവും. പക്ഷെ മിഡിൽ ഈസ്റ്റ് വേർഷനിൽ ബോക്സിന്റെ ഉള്ളിൽ ചാർജർ ഉണ്ടാവില്ല. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കണം. പിന്നെ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആൻഡ്രോയിഡ് 15 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് വരുന്നത്. പിന്നെ മറ്റേ നത്തിങ്ങിന്റെ OS 3.5 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വലിയ ഹൈലൈറ്റുകള് ഇതിന്റെ സ്ക്രീൻ റെസൊല്യൂഷൻ ആണ്. 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യും. HDR10+ അങ്ങനത്തെ വീഡിയോകളൊക്കെ നമുക്ക് ഇതിൽ പ്ലേ ചെയ്യാൻ പറ്റും. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇന്ത്യൻ വേരിയന്റിലേക്ക് വരുമ്പോൾ 5500 mAh ബാറ്ററി ബാക്കപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 6.5 AMOLED സ്ക്രീന് ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഇത് LTPO ഡിസ്പ്ലേ അല്ല, ഇത് LTPS ഡിസ്പ്ലേ. LTPS ഡിസ്പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 Hz 90 Hz 120 കളിക്കാൻ പറ്റും. ഗെയിം കളിക്കാം, നോർമൽ യൂസേജും ചെയ്യണം. അല്ലാണ്ട് LTPO എന്ന് പറഞ്ഞാൽ അഡാപ്റ്റീവ് റിഫ്രഷിംഗ് റേറ്റ്, അതായത് 1 Hz to 120 Hz റിഫ്രഷിംഗ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഫോൺ എന്ന് വെച്ചാൽ നത്തിങ്ങിന്റെ ഫോൺ 2 നമുക്കിത് അഡാപ്റ്റീവ് റിഫ്രഷിംഗ് റേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ എല്ലാ 3 ക്യാമറകളും 50 മെഗാപിക്സലിന്റെ ക്യാമറകളാണ് നത്തിങ് ഫോൺ 3 കൊടുത്തിട്ടുള്ളത്. പിന്നെ റെക്കോർഡിംഗ് ഓപ്ഷൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് AI അവരുടെ സ്വന്തം AI കാര്യങ്ങളും ഒക്കെ ഇതിലുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാല് ചില സമയത്തൊന്നും ഈ പറയുന്നതൊന്നും പെട്ടെന്ന് ക്ലിയർ ആവില്ല, അപ്പൊ അതൊന്ന് ക്ഷമിക്കാം. ഇതില് ഡോട്ട് മാട്രിക്സ് ടെക്നോളജി ലൈറ്റിംഗ് സിസ്റ്റം ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതും ഹെപ്റ്റിക് കൺട്രോളിംഗ് അടക്കം സപ്പോർട്ട് ചെയ്യും. ഹെപ്റ്റിക് വൈബ്രേഷൻ അടക്കം കൊണ്ടുവരുന്നതാണ് ഇപ്പൊ നത്തിങ് ഫോൺ 3 ഇപ്പൊ നമ്മൾ പല വീഡിയോകളിലും നമുക്കുണ്ട്. 120ഓളം കാര്യങ്ങൾ നമുക്കിതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. നമുക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷൻ, പേഴ്സണൽ കോളിങ്. പിന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഞാൻ പറയാൻ വിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ നമുക്ക് ബാക്ക് ക്യാമറ നമുക്ക് ലൈക്ക് ഒരു സെൽഫി ആയിട്ട് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഡോട്ട് മാട്രിക്സ് ടെക്നോളജിയിൽ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് റോക്ക് പേപ്പർ സിസേഴ്സ് കളിക്കാം. പിന്നെ നമുക്ക് ബോട്ടിലൊക്കെ വെച്ചിട്ടുള്ള ഗെയിംസുകൾ, പിന്നെ അല്ലാണ്ട് കോളിംഗ് ഓപ്ഷൻസ്, മെസ്സേജസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ ഡോട്ട് മാട്രിക്സ് ടെക്നോളജിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 120ഓളം ആപ്ലിക്കേഷൻസ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. ആ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഫോൺ ഇൻ ഹാൻഡ് ഫീലിംഗ് കയ്യിലേക്ക് കിട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എത്ര ആൾക്കാർ ഈ ഒരു ഫോൺ മേടിക്കുന്നുണ്ടെങ്കിൽ, ഈ കാണുന്ന ആൾക്കാർ ഈ ഫോൺ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്കൊരു 2 ദിവസം നിങ്ങളൊന്ന് പേഴ്സണലായിട്ട് തരാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ഇന്ത്യൻ വേരിയന്റിലേക്ക് വരുമ്പോൾ നത്തിങ് ഫോൺ 3 ബാറ്ററി ബാക്കപ്പ് ഇച്ചിരി അല്ല, ഇന്ത്യൻ വേരിയന്റ് അല്ല, സോറി കേട്ടോ പറഞ്ഞത്. UAE റീജിയൻ വേരിയന്റിലേക്ക് വരുമ്പോ 5150 mAh ബാറ്ററി ബാക്കപ്പും പിന്നെ NFC സപ്പോർട്ട് ചെയ്യും. ഇന്ത്യൻ വേരിയന്റിൽ NFC സപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക്
മനസ്സിലായി എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. നേരത്തെ നമ്മുടെ $1 ട്രില്യൺ കമ്പനിയായ ആപ്പിളിന്റെ ഒരു ന്യൂസ് അപ്ഡേറ്റിലേക്ക് നമുക്ക് കടന്നാലോ. അതായത് ഐഫോണിന്റെ 17 പ്രോ മാക്സിന്റെ ഡിസൈനിൽ മാറ്റം കൊടുക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ മാക് റൂമേഴ്സും ഗർമനും ഒക്കെ കൂവും ഒക്കെ അപ്ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു പിൽ ഷേപ്ഡ് ലെങ്തി ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് വരാൻ പോകുന്നത്. 3 ക്യാമറ, പിന്നെ പോരാത്തതിന് ഒരു കുറച്ചുകൂടെ വലിയ ഒരു പിൽ ഷേപ്ഡ്, ഇവിടെ 3 ക്യാമറ, പിന്നെ ഒരു പിൽ ഷേപ്ഡ് വരും, മേലെ ഫ്ലാഷ്, പിന്നെ അടിയിലും ഒരു പോർട്രേറ്റ് ക്യാമറയുടെ സെൻസറാണ് വരാൻ പോകുന്നത്. പോയിട്ട് റെൻഡറൊക്കെ കാണാം. ഓക്കെ ഗൈസ്, അതൊന്നല്ല ഞാൻ പറയാൻ വേണ്ടി വെച്ചത്, അതും ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക്. ആപ്പിളിന്റെ അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ആപ്പിളിന്റെ ലോഗോ മാറ്റം വരാൻ പോകുന്നത്. അതായത് അതിന്റെ അലൈൻമെന്റിന്റെ മാറ്റമാണ് വരാൻ പോകുന്നത്. നേരത്തെ എന്ന് പറഞ്ഞാല് ഒരു മേലക്കായിരുന്നു ആപ്പിളിന്റെ ലോഗോ അവരവിടെ സ്ഥാപിച്ചിരുന്നത്. ഇപ്രാവശ്യം അതൊന്നും എടുത്തിട്ട് നേരെ അടിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. പോയിട്ട് റെൻഡർ ഒന്ന് കാണാം. ഞാൻ മനസ്സിലായത് കണ്ടാൽ ശരിക്കും മനസ്സിലാവും. ഈ ഡിസൈന് ഇവര് ഒരു കമ്പനിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയ ഡിസൈൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആരതാന്നറിയോ? റിയൽമിയുടെ നോട്ട് 50 എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. ആ മോഡലിന് ഇതേ സെയിം ഡിസൈനാണ്. നിങ്ങളൊന്ന് കണ്ടോ, അതിന്റെ ഫോട്ടോ ഞാൻ ഇതിലിട്ടാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ആരെന്ന് കോപ്പി അടിച്ചു എന്നുള്ളത്, ആരെന്ന് ഇൻസ്പയർഡ് ആയെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ഗൈസ്, പോയിട്ടൊന്ന് കാണും ഡിസൈന്. ലാസ്റ്റത്തെ ന്യൂസ് അപ്ഡേറ്റിലേക്ക് നമുക്ക് കടന്നാലോ. ലാസ്റ്റത്തെ ന്യൂസ് അപ്ഡേറ്റ് കുറച്ചും കൂടെ ഡ്യൂറേഷനെ കുറച്ച് കൂടിയ ഒരു മോഡലുമായിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. LGയുടെ ഒരു ഗെയിമിംഗ് മോണിറ്റർ, അൾട്രാ വൈഡ് ഗെയിമിംഗ് മോണിറ്റർ Q4 വാരം ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. 40 ഇഞ്ചിന്റെ ഗെയിമിംഗ് മോണിറ്റർ, അൾട്രാ വൈഡ് എന്ന് പറഞ്ഞാൽ കർവ് സാധനമാണ് ലോഞ്ച് ചെയ്യണം. ഇതും 5K റെസൊല്യൂഷൻ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗെയിമിംഗ് മോണിറ്റർ. 5160x2160p റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗെയിമിംഗ് മോണിറ്ററും 450 നിറ്റ്സ് സപ്പോർട്ട് ചെയ്യുന്ന ഗെയിമിംഗ് മോണിറ്റർ, 120 Hz റിഫ്രഷിംഗ് റേറ്റ്, AMD FreeSync Pro ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ IPS പാനാണ്, LCD IPS ആണ്. ഇതിന്റെ മെയിൻ പ്രിഫറൻസ് ഈ ഗെയിമിംഗ് മോണിറ്ററിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്ലാക്കിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ഗെയിമിംഗ് മോണിറ്റർ. പിന്നെ 120 Hz റിഫ്രഷിംഗ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. ഇതിന്റെ വേറൊരു വലിയൊരു പ്രത്യേകത പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തണ്ടർബോൾട്ട് പോർട്ട് ഉണ്ടല്ലോ, 5 ടെക്നോളജിയാണ് വരാൻ പോകുന്നത്. അതും 2.1 ടെക്നോളജി. ഇതിൽ 2 പോർട്ടുകളാണ് തണ്ടർബോൾട്ട് വരാൻ പോകുന്നത്. ഡിസ്പ്ലേ പോർട്ട് 2.1 ടെക്നോളജിയാണ് വരുന്നത്. അത് ഒരൊറ്റ പോർട്ട് ഇതിലിട്ട്. ഇനി USB-A പോർട്ട് ഇതിൽ വരാൻ പോകുന്നുണ്ട്. പക്ഷെ USB ടെക്നോളജി ഇതിൽ വരുന്നത് 3.2 ടെക്നോളജിയാണ്. പോർട്ട് വരുന്നതും USB-Aക്ക് 2 പോർട്ടുകളാണ് വരുന്നത്. ലാസ്റ്റത്തെ കാര്യം കൂടെ പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ USB-C Type-C പോർട്ട് വരുന്നുണ്ട്. അത് 4 പോർട്ടുകളാണ് വരുന്നത്. അതും USB-യുടെ 3.2 ടെക്നോളജി വെച്ചിട്ടാണ് ഇതിൽ ഇറങ്ങാൻ പോകുന്നത്. ഒരു ജനറലി നമ്മൾ ഇന്ന് കമ്പയർ ചെയ്യണമെങ്കിൽ തണ്ടർബോൾട്ടിന്റെ പോർട്ട് 5 ഒരു 2, അപ്പൊ 2, പിന്നെ ഡിസ്പ്ലേ പോർട്ട് 1, അപ്പൊ 3. ഇനി USB-A പോർട്ട് 2, അപ്പൊ എത്രയായി? 5. പിന്നെ പോരാത്തതിന് USB Type-C പോർട്ട് ഒരു 4 കൂടെ. മൊത്തത്തില് ഇതില് ഒരു 4 പോർട്ടുകളാണ് ഇതിലുള്ളത്. 4 പോർട്ടല്ല, മൊത്തത്തില് ഒരു ഒരു 9 പോർട്ടുകളാണ് ഈ ഒരു ഗെയിമിംഗ് മോണിറ്ററിന് ലോഞ്ച് ചെയ്തത്. ഞാൻ എന്താ ഇതിന് പറയാ, ഇതൊരു ഗെയിമേഴ്സിനും എഡിറ്റേഴ്സിനും എന്താ പറയാ
ഒരു വേറെ റേഞ്ചിൽ കൊടുക്കുന്ന ഒരു സാധനം ആണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പോരാത്തതിന്റെ പ്രൈസ് ആണെങ്കിൽ വരുന്നത് 1400 പൗണ്ടാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ UK ഇതിന്റെ ലോഞ്ച്. ഒന്നില്ലെങ്കിൽ നവംബർ അല്ലെങ്കിൽ ഡിസംബറിലായിരിക്കും ഈ സാധനം ലോഞ്ച് ചെയ്യാം. ഞാൻ ഈ ഒരു മുതലിനെ ഇവിടെ ദുബായിലൊന്ന് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇതിന് ഇവിടെ ഒരു 7,000 രൂപ എന്തായാലും ഈ ഒരു മുതലുണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. 7,000 സാധനം. ഞാനൊരു പുളു അടിച്ചൊന്നല്ല, 7,000 ഈ സാധനം. ഇപ്പൊ പേടിക്കാൻ ആഗ്രഹമുള്ള ഗെയിമിംഗ് ഭ്രാന്തന്മാര് പ്ലീസ് ടേക്ക് ഇറ്റ് ആസ് എ കൺസിഡറേഷൻ. പോയിട്ട് എടുക്കുക, ഗെയിം കളിച്ച് ആർമാദിക്ക, ലൈഫ് എൻജോയ് ചെയ്യുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഇവിടുത്തെ അങ്ങന്റെ ഭാവിയിലുള്ള എല്ലാ കാര്യങ്ങളും ഗെയിമിംഗ് ആണ് തീരുമാനിക്കുക. ഇവിടെ അറിയാലോ, ഒരു ചെറിയ സ്റ്റോറി ഞാൻ ഇവിടെ പറയാം. ഗെയിം കളിക്കുന്ന ഭ്രാന്തന്മാര് കേരളത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇവിടെ ദുബായിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിൽ നിന്ന് നല്ല റവന്യൂ ജനറേറ്റ് ചെയ്തിട്ട് ഇവിടെ ദുബായില് UAE വന്നിട്ട് ഗോൾഡൻ വിസ എടുക്കാം. 10 കൊല്ലത്തിന് ഇവിടെ ഒരു കോമ്പറ്റീഷൻ വരാൻ പോകുന്നുണ്ട്. കോമ്പറ്റീഷന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ $1 മില്യൺ അവര് പ്രൈസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ഒരു കോമ്പറ്റീഷന് വേണ്ടി നിങ്ങൾ പങ്കെടുത്തിട്ട് പൈസ ഏൺ ചെയ്യാന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് വെച്ചാൽ ഭാവിയിലുള്ള എല്ലാ പിള്ളേരുകളും ഉണ്ടല്ലോ, ഇനി പരമാവധി വലിയ വലിയ ലെവൽ ചിന്താഗതി കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് പറയാനുള്ളത്, നിങ്ങളെ സൈഡിൽ നിന്ന് നിങ്ങളൊരു ഹൈ ലെവൽ ടാലന്റഡ് പീപ്പിൾ ആയിട്ട് മാറാ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒന്നൊരു ഗെയിം കളിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സോഷ്യൽ മീഡിയകളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്ത് നിങ്ങൾ വമ്പൻ വിജയം ആക്കാം. ജോലി ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാം. ജോലി ചെയ്തോ, ജോലി ചെയ്ത് ആ റിസോഴ്സ് കണ്ടുപിടിച്ച് ആ റിസോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഹൈ ടെക്നോളജി, ഹൈ ലെവൽ ചിന്താഗതി എന്താണ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുക, അത് നിങ്ങൾ കൊണ്ടുവരാൻ. അല്ലാണ്ട് മടിയന്മാരായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കാര്യമൊന്നും നടക്കില്ല. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാവിയിലുള്ള എല്ലാ കാര്യങ്ങളും, ഞാൻ വീണ്ടും പറയണം, ഭാവിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇനി AI ടെക്നോളജി, ഗെയിമിംഗ്, ഒന്നെങ്കിൽ പാട്ട് പാടാം, അല്ലെങ്കിൽ കഥാപ്രസംഗമോ സിനിമയിലോ അഭിനയിച്ച് നിങ്ങൾ ഹൈ ലെവൽ ടാലന്റഡ് ഉള്ള ആൾക്കാർ അതിനോട് പ്രിഫറൻസ് കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹോപ്പ് ഒരിക്കലും നഷ്ടപ്പെടരുത്. ഒരു ദിവസം നിങ്ങളെ മുന്നിൽ ഒരു വിജയം നിങ്ങളെ മുന്നിൽ എപ്പോഴും ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൺസിഡറേഷൻ ആയിട്ട് എടുക്കുക. തള്ളിക്കളയരുത്. ലാസ്റ്റ് നിങ്ങൾ റിഗ്രറ്റ് ആവും. പരമാവധി ഗ്രാഫിക്സ് പഠിക്കാൻ, ഗ്രാഫിക് ഡിസൈനിങ്, AI ടെക്നോളജി, പെയിന്റിങ്ങിൽ നിന്നുള്ള AI ടെക്നോളജി കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുത്ത് സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. ഇനി നിങ്ങളൊരു ഫുട്ബോൾ പ്ലെയർ ആയാലും ക്രിക്കറ്റ് പ്ലെയർ ആയാലും ടെന്നീസ് പ്ലെയർ ആയാലും എന്ത് സ്പോർട്സിലാണോ നിങ്ങൾക്ക് താല്പര്യം അതിലേക്ക് മാറാ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു അഭ്യർത്ഥന. അപ്പൊ ഞാൻ വീണ്ടും നിങ്ങളോട് പറയണേ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്ലീസ് ടേക്ക് ഇറ്റ് ആസ് എ കൺസിഡറേഷൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോസിന് വേണ്ടി ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാം. അതുവരെക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.